നമസ്കാരം. ദിമോന ആണവ നിലയം തീയിട്ട് ഇറാൻ പട. ട്രംപിന്റെ അന്ത്യശാസനം ഇറാൻ തള്ളി. അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന ഇറാൻ പ്രസിഡന്റ്. ട്രംപിന്റെ അന്ത്യശാസനം ഇറാൻ തള്ളുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ അപ്പോൾ ഇനി യുദ്ധത്തിന്റെ സാധ്യതകൾ എന്താണ്? എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്? തങ്ങളുടെ ഊർജ സ്രോതസ്സുകൾ ആക്രമിക്കപ്പെട്ടാൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ എണ്ണ കമ്പനികളും ഊർജ നിലയങ്ങളും നാമാവശേഷമാക്കുമെന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. ഹോർമൂസ് കടലിടുക്ക് ഉടനടി തുറന്നു നൽകണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം ഇറാൻ തള്ളിയതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പാരമ്യത്തിലെത്തിയിരിക്കുന്നു എന്ന് പറയാം. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടി ട്രംപ് നൽകിയ 48 മണിക്കൂർ സമയപരിധി അവസാനിച്ചതോടെ മേഖലയിൽ വൻ സൈനിക നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഇറാന്റെ ഊർജ നിലയങ്ങൾ തകർക്കുമെന്നാണ് വൈറ്റ് ഹൗസിന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള പ്രകോപനം തുടർന്നാൽ രാജ്യം നേരിടാൻ പോകുന്നത് സമ്പൂർണ്ണ നാശമായിരിക്കുമെന്ന് ട്രംപ് ഇസ്രായേലി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇറാന്റെ ഏറ്റവും വലിയ വൈദ്യുതി നിലയങ്ങളെ ആയിരിക്കും അമേരിക്ക ആദ്യം ലക്ഷ്യം വെക്കുക. 47 വർഷമായി ഇറാൻ തുടരുന്ന ശത്രുതയ്ക്ക് അറുതി വരുത്തുവാൻ സമയമായി എന്നും ഇനി മുന്നോട്ട് പോകുന്നത് അത്തരത്തിലുള്ള ഒരു സമീപനത്തിലൂടെ ആയിരിക്കുമെന്നുമാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അതേസമയം അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തിരിച്ചടിച്ചിരിക്കുന്നു. തങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകൾ ആക്രമിക്കപ്പെട്ടാൽ പശ്ചിമേഷ്യയിലെ മുഴുവൻ എണ്ണ കമ്പനികളും ഊർജ്ജ നിലയങ്ങളും നാമാവശേഷമാക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. മേഖലയാകെ തകർക്കുന്ന രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാന്റെ പക്ഷം. അതായത് അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് വീണ്ടും ട്രംപിനെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം ആഗോള സമ്പദ് വ്യവസ്ഥയെ കനത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് എന്നുള്ളത് സത്യമാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നുപോകുന്ന ഈ പാത അടഞ്ഞതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില 50% വർദ്ധിച്ചിരിക്കുന്നു. ബാരലിന് $100 മുകളിലെത്തിയ വില ഇനിയും ഇരട്ടിയാകുവാൻ സാധ്യതയുണ്ട് എന്ന് സാമ്പത്തിക വിദഗ്ധരടക്കം വിലയിരുത്തപ്പെടുന്നു. ഇസ്രായേലിലെ ഡിമോണ ആണവ നിലയത്തിന് സമീപം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണമാണ് നിലവിലെ സംഘർഷം രൂക്ഷമാക്കിയിരിക്കുന്നത്. ആക്രമണത്തിൽ ഏകദേശം 70 കുട്ടികളടക്കം 160ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രമായിട്ടുള്ള നടാൻസിന് നേരെയും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലുള്ള തിരിച്ചടിയായിരുന്നു ഇപ്പോൾ നടത്തിയത്. ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് ഇറാൻ ഇതുവരെ 400ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചതായിട്ടാണ് കണക്കുകൾ പുറത്തു വരുന്നത്. ലോകം ഒരു ആണവ ദുരന്തത്തിന്റെ മുനമ്പിലാണ് എന്ന് ലോകാരോഗ്യ സംഘടന തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇരുവിഭാഗവും സംയമനം പാലിക്കണമെന്നും ആണവ നിലയങ്ങളെ ലക്ഷ്യം വെക്കുന്നതിൽ നിന്ന് പിന്തിരിയണമെന്നും ഡയറക്ടർ ജനറൽ ട്രെഡോസ് അധോദറം ഗബ്രിയോസ് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ യുദ്ധം 4ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ സാഹചര്യം നിയന്ത്രണാതീതമാകുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായിട്ടുള്ള ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുവാൻ അമേരിക്ക പദ്ധതിയിടുന്നത് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആയിരക്കണക്കിന് US മറൈനുകൾ ഇതിനോടകം തന്നെ മേഖലയിലേക്ക് തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഖാർഗ് ദ്വീപ് പിടിച്ചടക്കുന്നതിലൂടെ ഇറാന്റെ സാമ്പത്തിക അടിത്തറ തകർത്ത് അവരെ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കുവാനാണ് വാഷിംഗ്ടൺ ലക്ഷ്യമിടുന്നത്. ഖത്തറിലെ ദോഹയിൽ നിന്ന് ജനങ്ങളോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകാനാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നതിനാൽ ദോഹയെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനമായി കണക്കാക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. സൗദി അറേബ്യയുടെ തലസ്ഥാനത്തിന് നേരെയും കഴിഞ്ഞ ദിവസം മിസൈൽ ആക്രമണം ശ്രമങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതാണ്. ഇറാന്റെ ഉന്നത നേതാക്കളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ഇനിയും തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡിനെ കുറ്റവാളികളുടെ സംഘമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ സൈന്യം നിലവിൽ പകുതി ലക്ഷ്യം മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് എന്നും ആക്രമണം ഇനിയും ആഴ്ചകളോളം നീളുമെന്നും സൈനിക മേധാവി പറയുകയും ചെയ്യുന്നു. ഇറാഖിലെ ബാഗ്ദാദ് വിമാനത്താവളത്തിന് സമീപമുള്ള അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയും ഡ്രോൺ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. പശ്ചിമേഷ്യ ആകെ യുദ്ധത്തിന്റെ കരിനിഴലായോടെ ലോകരാജ്യങ്ങൾ ആശങ്കയിലാണ് എന്ന് പറയാം. ട്രംപ് നൽകിയ സമയം അവസാനിച്ചതോടെ ലോകം ഉറ്റുനോക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലേക്കാണ്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ ഡിമോന ആണവ നിലയം ആക്രമിക്കും ഇറാൻ മാധ്യമങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആദ്യം തന്നെ. അതിനിടെയാണ് ഇറാൻ അമേരിക്ക യുദ്ധം നിലവിലെ സ്ഥിതി തുടർന്നാൽ യുദ്ധം 2-3 ആഴ്ച കൂടി നീണ്ടേക്കുമെന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. അമേരിക്കൻ നിലപാടാണ് പ്രധാനമെന്നും വെടിനിർത്തൽ ശ്രമങ്ങൾ ഇസ്രായേൽ സ്വാധീനിച്ചേക്കുമെന്നും പറയപ്പെടുമ്പോഴും ചർച്ചകൾക്ക് ഇപ്പോൾ വലിയ മാറ്റമുണ്ടാകുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നുള്ള അഭിപ്രായത്തിലേക്ക് രണ്ടു രാജ്യങ്ങളും എത്തിച്ചേരുന്നു. ഇറാന് നേരെയും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയും നടന്നത് ശരിയായ കാര്യങ്ങളല്ല എന്ന് പറയപ്പെടുമ്പോഴും തുർക്കി സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ
മുട്ടുമടക്കേണ്ട ആവശ്യമില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ടാണ്. തങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകൾ ആക്രമിക്കപ്പെടുന്ന ആ നിമിഷം പശ്ചിമേഷ്യയിലെ മുഴുവൻ എണ്ണ കമ്പനികളും ഊർജ്ജ നിലയങ്ങളും നാമാവശേഷമാക്കുമെന്ന് പെസഷ്കിയാൻ ഉത്തരവിട്ടിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം ആഗോള സമ്പദ് വ്യവസ്ഥയെ കനത്ത പ്രതിസന്ധിയിലാക്കുന്ന ഈ സമയത്തും ട്രംപിന്റെ അന്ത്യശാസനത്തിന് വില നൽകാതെ ഇറാൻ അത് തള്ളിക്കളയുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ ഇനി എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങളാണ്. ട്രംപിന്റെ അന്ത്യശാസനം വരെ തള്ളി ഇറാൻ മുന്നോട്ട് കുതിക്കുമ്പോൾ, ഡിമോണ ആണവ നിലയം ഇറാൻ പട തീയിട്ട് മുന്നോട്ട് കുതിക്കുമ്പോൾ ഇസ്രായേലുകാർ ഇനി മിണ്ടാതിരിക്കില്ല. ഇസ്രായേൽ പട വീണ്ടും ഇറാനിലേക്ക് തള്ളിക്കയറുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാലും പരാജയം സമ്മതിക്കാതെ, മറ്റുള്ളവർക്ക് എഴുതിത്തള്ളാൻ ഒരു അവസരം നൽകാതെ ഇറാൻ വീണ്ടും കുതിപ്പ് തുടരുകയാണ്.